നിങ്ങളെല്ലാരെയും നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഓരോരുത്തരും പേരൊക്കെ ഒന്ന് പറഞ്ഞേ. മിഥിലാജ്. ഓക്കെ, മിഥിലാജ്. ഗുഡ്. മുഹമ്മദ് അയാന്. മുഹമ്മദ് അയാൻ. ബൈഹാസ് ബാസിൽ. ബൈഹാസ് ബാസിൽ. പിന്നെ ആരൊക്കെയുള്ളത് ഗ്രൂപ്പില്? നമ്മുടെ ഇതിൽ ആരൊക്കെയുള്ളത്? മറിയം. കേൾക്കുന്നില്ലേ? ക്ലിയർ ഇല്ലേ ഞാൻ പറയണതൊക്കെ? ക്ലിയർ ഉണ്ട്. വീഡിയോ ഒന്ന് ഓണാക്കിട്ടെ. ക്ലിയർ ഉണ്ട്, കാണാനാണ്. ഗുഡ്. ഓക്കെ. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന? എല്ലാരും പറഞ്ഞേ. ഓക്കെ, ഗുഡ്. അടുത്ത ആള്? സ്കൂളിൽ 2-ല്, മദ്രസയിലും 2-ല്. ഓക്കെ, ഗുഡ്. അടുത്ത ആള്? ഓക്കെ, ഗുഡ്. നിങ്ങൾക്ക് നാട്ടിലാണോ? എല്ലാരും കേരളത്തിലുള്ളവരാണ്. ഓക്കെ. സ്കൂൾക്കൊക്കെ പോവാൻ ഇഷ്ടമാണോ എല്ലാവർക്കും? ഇഷ്ടമാണ്. ഓക്കെ. പഠിക്കാൻ ഇഷ്ടമാണോ? സബ്ജക്ട്, ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാ? ഫേവറേറ്റ് സബ്ജക്ട് നമ്മൾ അങ്ങനെയാണ് പറയാം. ഇഷ്ടമുള്ള സബ്ജക്ട് നമ്മൾ പറയും ഫേവറേറ്റ് സബ്ജക്ട് എന്ന് പറയും. മലയാളം. ഓക്കെ, ഗുഡ്. അടുത്ത ആള്? മാത്സ്. മാത്സ്. വെരി ഗുഡ്. അടുത്ത ആള്? മാത്സ്. ഗുഡ്. ഓക്കെ. ഇംഗ്ലീഷ് ആർക്കൊക്കെ ഇഷ്ടമാണ്? ഇംഗ്ലീഷ് ഇഷ്ടമല്ല? ഇംഗ്ലീഷ്. ഓക്കെ. മറിയം ആണോ പേര്? വെരി ഗുഡ്. ഓക്കെ. എല്ലാവർക്കും ഇഷ്ടമാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഇംഗ്ലീഷിൽ നമുക്ക് എന്തൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളത്? ലെറ്റേഴ്സ് പഠിച്ചു. പിന്നെ സ്റ്റോറി പഠിച്ചു. ഓക്കെ, ഗുഡ്. സ്റ്റോറീസ് പഠിച്ചു. പിന്നെ പറ, മിഥിലാജ് പറ, അയാന് പറ, എല്ലാരും പറ. വേർഡ്സ് പഠിച്ചു. ഓക്കെ, വേർഡ്സ് പഠിച്ചു. ഓക്കെ, ഗുഡ്. വേർഡ്സ് പഠിച്ചുകൂടോ? സ്റ്റോറീസും പഠിച്ചുകൂടോ? പോയംസും പഠിച്ചുകൂടോ? പോയംസും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മൾ ഇതിൽ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങൾ പറയുന്നത് വേർഡ്സ്, സ്റ്റോറീസ്, പിന്നെ എന്താണ് പോയംസ് പഠിച്ചെന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷിൽ ആദ്യം എന്താ പഠിച്ചു തരിക? ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പഠിക്കുക? ലെറ്റേഴ്സ്. വെരി ഗുഡ്. ലെറ്റേഴ്സ് പഠിക്കും. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഏതൊക്കെ ലെറ്റേഴ്സാ പഠിച്ചിട്ടുള്ളത്? 26. ഓക്കെ, 26 ലെറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണത്? ഇപ്പൊ ജോയിൻ ചെയ്ത ആളുടെ പേരെന്താ? നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. നമ്മളിവിടെ ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇനി പറ, ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഏതൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? ABCD ഓക്കെ, ഗുഡ്. A മുതൽ Z വരെ പഠിച്ചിട്ടുണ്ട്. അതിൽ ആർക്കൊക്കെ A മുതൽ Z വരെ കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിയാം? മുഹമ്മദ് അയാൻ അറിയാം. പിന്നെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആർക്ക്? മിഥിലാജിന് എഴുതാൻ അറിയാം. പിന്നെ ആർക്കറിയാം? ഓക്കെ, മിഥിലാജിന് അറിയാം. പിന്നെ എഴുതാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും അറിയാം അല്ലെ? അടുത്ത ബുക്ക് ഉണ്ടോ? പെന്നുണ്ടോ? പെൻസിൽ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. എല്ലാരും ഒന്ന് A മുതൽ Z വരെ ഒന്ന് എഴുതിക്കേ. മാമ ലെറ്ററും ബേബി ലെറ്ററും എല്ലാരും എഴുതുന്നില്ലേ? ടീച്ചർ എന്താ എഴുതാൻ പറഞ്ഞേ? ഞാൻ അപ്പളാ കേറണേ. ഇതാരാണ്? ഫർഹാന? യെസ്. നൈസ് ടു മീറ്റ് യു. ABCD നമ്മളെ ഇംഗ്ലീഷ് ആൽഫബറ്റിക്സ്, മാമ ലെറ്ററും ബേബി ലെറ്ററും. വീഡിയോ ഓൺ ചെയ്യട്ടെ എല്ലാരും. പറ്റുന്ന എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യും. ഇതില് സിനാൻ എന്നുള്ള പേരില് ആരാ ജോയിൻ ചെയ്തിട്ടുള്ളേ? നബ്ഹാൻ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അവന് എത്തിയിട്ടില്ല, അപ്പൊ അതുകൊണ്ടാണ്. ഓക്കെ, അത് കുഴപ്പമില്ല കേട്ടോ.
ആള് വരും വേഗം. ഇന്ന് ജോയിൻ ചെയ്ത നാളെ മുതൽ ഉണ്ടാവും. അവന് 7ാം ക്ലാസ്സിലേക്കാണ്. ഓക്കെ ഓക്കെ. 6 കഴിഞ്ഞ് 7ാം ക്ലാസ്സിലേക്കാണ്. ഓക്കെ ഓക്കെ. പിന്നെ അതിന്റെ താഴെ അസ്മത്ത് എന്നുള്ളത് മുഹമ്മദ് അയാന്. മുഹമ്മദ് അയ്യാന് വീഡിയോ ഓൺ ചെയ്യേ. എന്താ വീഡിയോ ഓൺ ചെയ്യാത്ത? നമുക്ക് എല്ലാരും ഒന്ന് കണ്ട് സംസാരിച്ച് ക്ലാസ് എടുക്ക. അങ്ങനെയാണ്. ഈ സിനാൻ എന്നുള്ള പേരുള്ള കുട്ടിയുടെ പേര് നെബുഹാൻ എന്നാണ് കേട്ടാ. സമയം ഇനി എപ്പോഴാണ്? ഈ സമയത്ത് തന്നെ ക്ലാസ് എടുക്കല്? ഇൻഷാല്ലാ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഈ ടൈമിൽ ക്ലാസ് എടുക്കാച്ചിട്ടാണ്. എല്ലാരും എഴുതാൻ തുടങ്ങിയാ? ഓക്കെ ഗുഡ്. കഴിഞ്ഞോ? ഇല്ല. എന്താണ് എഴുതുമ്പോ ആർക്കെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ? മിഥിലാജിന്റെ കഴിഞ്ഞോ? അയാന്റെ കഴിഞ്ഞോ? ഇല്ല. സൻഹ, ബാസിൽ, മറിയം കഴിഞ്ഞോ? ഫിനിഷ്. ഓക്കെ ഗുഡ്. ഇതില് താഹിറ എന്നുള്ള പേരിൽ ജോയിൻ ചെയ്തത് എന്താ മറിയം? കംപ്ലീറ്റ് ആയോ? സൻഹന്റെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഓക്കെ ഗുഡ്. ഓക്കെ ഗുഡ്. കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫർഹാന്റെ കഴിഞ്ഞോ? ഓക്കെ ഗുഡ്. ഇനി ആർക്കെ കംപ്ലീറ്റ് ആക്കാനുള്ളത്? അയാൻ ഉണ്ടോ? മിഥിലാജ്, അയാൻ കംപ്ലീറ്റ് ആയോ? എഴുതി കഴിഞ്ഞു. ഓക്കെ. ടീച്ചറിനെ അപ്പൊ വരാട്ടോ. ടീച്ചർ എന്റെ കഴിഞ്ഞു. ഓക്കെ. എല്ലാരും കംപ്ലീറ്റ് അല്ലേ? എല്ലാവർക്കും കംപ്ലീറ്റ് ആയില്ലേ? അപ്പൊ ഇനി നിങ്ങള് പഠിച്ചിട്ടുണ്ടോ? A for ആപ്പിൾ, B for ബോൾ, C for cat അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ ഗുഡ്. അപ്പൊ ഇനി ഞാൻ കുറച്ച് ലെറ്റേഴ്സ് പറയും. ഇംഗ്ലീഷിലെ കുറച്ച് ലെറ്റേഴ്സ് പറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? എനിക്ക് അത് വെച്ചിട്ട് ഓരോരോ വേർഡ്സ് പറഞ്ഞു തരണം. ഓക്കെ? എഴുതണ്ടല്ലോ. പറഞ്ഞാ മതി കേട്ടോ. ഞാൻ കുറച്ച് ലെറ്റേഴ്സ് പറയും. നിങ്ങൾ എന്ത് ചെയ്യണം? അത് വെച്ചിട്ട് കുറച്ച് ഒരു വേർഡ്സ് പറഞ്ഞുതരാം. ഓക്കെ? ഞാൻ ചോദിക്കുന്നവർ എന്ത് ചെയ്യാ? ഒരു വേർഡ് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഫർഹാനെ ഓക്കെ അല്ലേ? സൻഹ എസ് വെച്ചിട്ട് സ്ട്രോബെറി. വെരി ഗുഡ്. സ്ട്രോബെറി എന്താണ്? ഫ്രൂട്ട് ആണ്. വെരി ഗുഡ്. അടുത്തത് മറിയം. മറിയത്തിന്റെ പേര് മറിയം. നമ്മള് എം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? എം വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എം വെച്ചിട്ട് ഒരു വേർഡ് പറഞ്ഞേ. മാറ്റ് ആണോ പറഞ്ഞേ? ഓക്കെ. സൻഹ മ്യൂട്ട് ചെയ്തോ കേട്ടോ. മാറ്റ് പറഞ്ഞാൽ എന്താ? മാറ്റ്. എല്ലാരും വീട്ടിലും മാറ്റ് ഉണ്ട് അല്ലേ? ഇനി അടുത്തത് ഫർഹാൻ. എന്താ ടീച്ചറെ? ഇനി നമുക്ക് ഫർഹാനോട് ചോദിക്കാം. എച്ച് വെച്ചിട്ട്. ഹാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തൊപ്പി. ഓക്കെ. അപ്പൊ ക്യാപ്പോ? തൊപ്പി. ഓക്കെ. അടുത്തത് ആരാള്? ബാസിലില്ലേ? ബാസിലിനോട് ഞാൻ ചോദിക്കാണ്. ആറ് വെച്ചിട്ട്. റോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂവ്. ഫ്ലവർ ഉണ്ട്. പിന്നെന്താണ്? ആറ് വെച്ചിട്ട് പിന്നെ എന്താ ഉള്ളത്? ഫ്ലവർ. ഓക്കെ. റോസ് കളർ ഉണ്ട്, ഫ്ലവറും ആണ് അല്ലേ? ഇപ്പൊ നമ്മൾ എന്തൊക്കെ പേര് പറഞ്ഞു? ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആരെങ്കിലും? അയാനുണ്ട്, മിഥിലാജ് ഉണ്ട്. ഓക്കെ. അയാനുണ്ട്, മിഥിലാജ് ഉണ്ട്. മിഥിലാജ് എവിടെ? മിഥിലാജ് ചോദിക്കട്ടെ. മിഥിലാജിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിളിന്റെ പേര് പറയണം. ഞാൻ ചോദിക്കുന്ന ലെറ്റർ വെച്ചിട്ട്. പറ്റുമോ? പറയോ? വെജിറ്റബിളിന്റെ പേര്. സി വെച്ചിട്ട് ഒരു വെജിറ്റബിളിന്റെ പേര് പറയാൻ പറ്റുമോ? ഓക്കെ ഗുഡ്. വെരി ഗുഡ്. ക്യാരറ്റ് ഇഷ്ടാണോ?
ഇനി അയാനയുടെ ഇവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. അയാൻ എന്താ വീഡിയോ ഓൺ ആക്കാത്ത? കാണട്ടെ. ആ ഓക്കെ. ഇനി ചോദിക്കട്ടെ. ആ ക്യൂ വെച്ചിട്ട് ക്യൂ ക്യൂ പോയാ ക്യൂൻ. ആ വെരി ഗുഡ്. അതിനെ പറയാൻ വന്ന് കിങ് ക്വീൻ. ക്വീൻ എന്ന് പറഞ്ഞാൽ ആരാ? രാജ്ഞി. ആ ഓക്കെ, രാജ്ഞി. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ കൊറേ വേർഡ്സ് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മള് കൊറേ വേർഡ്സുകൾ പറഞ്ഞു. ഏതൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ആർക്കൊക്കെ പറയാൻ പറ്റും ഇപ്പൊ പറഞ്ഞ വേർഡ്സ് ഏതൊക്കെയാന്നുള്ളത്? ആർക്കെങ്കിലും? സി സി വെച്ചിട്ട് എന്താ പറഞ്ഞത്? കാരറ്റ്. കാരറ്റ്. ആ വെരി ഗുഡ്, ക്യാരറ്റ്. പിന്നെ സൻഹ എന്തോ പറയണ്ടല്ലോ, പറഞ്ഞേ. സ്ട്രോബെറി. സ്ട്രോബെറി പറഞ്ഞു. ഓക്കെ ഗുഡ്. പിന്നെ ക്യാരറ്റ് പറഞ്ഞു. ദെൻ പിന്നെ ഹാറ്റ് പറഞ്ഞു. പിന്നെ ക്യൂ വെച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞോ? ക്വീൻ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. മാത്സ് പറഞ്ഞു. ഓക്കെ വെരി ഗുഡ്. അത് നമ്മൾ കുറെ വേർഡ്സ് പറഞ്ഞു അല്ലെ? ഇനി നമുക്ക് വേർഡ്സ് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഈ വേർഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കി പറയാം അല്ലെ? നമ്മൾ സംസാരിക്കണം അല്ലെ? ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സംസാരിക്കണം. ഇതില് നമ്മൾ ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളിന്റെ പേരും പറഞ്ഞു. ഏതാണ്? ക്യാരറ്റ് പറഞ്ഞു, സ്ട്രോബെറി പറഞ്ഞു അല്ലെ? സ്ട്രോബെറി ക്യാരറ്റും എല്ലാവർക്കും ഇഷ്ടമാണോ? ആ എനിക്ക് സ്ട്രോബെറി കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്. എങ്ങനെ പറയാ? I am strawberry. സന്ധ്യ പറഞ്ഞോ? ടീച്ചറെ ആ ഞാൻ പറയട്ടെ. ആ പറഞ്ഞു പറഞ്ഞു. I am lovely strawberry. I am lovely strawberry. ഓക്കെ, വേറെ ആരാ പറയാ? അറിയാം. I love strawberry. ഓക്കെ, അടുത്തത് ആരാ പറയാ? ബാസിൽ പറയോ? I love cycle. സ്ട്രോബെറി പറയടാ. നമ്മള് സ്ട്രോബെറി, എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്, അതെങ്ങനെ പറയാ? I love strawberry. I love strawberry. ഓക്കെ, ഫർഹാൻ പറയോ? ഓക്കെ പറയാ. പറ. എന്താ പറയണ്ടേ? എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്, അതെങ്ങനെ I പറയാ? love strawberry. I love strawberry. പിന്നെ അയാനെ പറയാ. I love strawberry. I love strawberry. Okay. I love strawberry. I love strawberry. Okay. എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണെന്ന് നമുക്ക് രണ്ട് തരത്തിൽ പറയാം. എങ്ങനെ പറയാ? I like strawberry എന്നും പറയാം. ടീച്ചറെ ഓക്കെ. ഓ ക്ലാസ് കഴിഞ്ഞിട്ട് എഴുതിയത് വിട്ടരണ്ടേ? ആ ഗ്രൂപ്പിൽ ഇട്ടാ മതി. I love strawberry എന്നും പറയാം, I like strawberry എന്നും പറയാം. ഓക്കെ, മനസ്സിലാണില്ലേ? മറിയത്തിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മറിയം ഡു യു ലൈക്ക് സ്ട്രോബെറി? എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണോ? ആ അതേന്ന് എങ്ങനെയാ ഇപ്പൊ പറയാ? യെസ്. ഇംഗ്ലീഷിലോ? ആ ഇംഗ്ലീഷിൽ യെസ് എന്ന് പറയണം. യെസ് പറഞ്ഞേ. യെസ് ഐ ലൈക്ക് സ്ട്രോബെറി. ഗുഡ്. ഓക്കെ അല്ലേ? ഇനി സ്ട്രോബെറിയും പിന്നെ വേറൊരു ഫ്രൂട്ടിന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഗ്രേപ്പ്. അപ്പൊ എങ്ങനെ പറയാ? എനിക്ക് സ്ട്രോബെറിയും ഗ്രേപ്പും ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാ? മിഥിലാജെ പറയാൻ പറ്റുമോ? സ്ട്രോബെറി ആൻഡ്
ഗ്രേപ്സ് ആണ്. grapes. I love Grapes. Very. grapes. I love strawberry and grapes. Very good. ഇനി ഇതുപോലെ ഞാന് 2 സാധനങ്ങളെ പേര് പറഞ്ഞു. അപ്പൊ എങ്ങനെ നമ്മൾ പറയണ്ടെന്ന് വെച്ചാല് എനിക്ക് ഇഷ്ടമാണെന്നുള്ളതിന് പറയാം ഐ ലവ് അല്ലെങ്കിൽ ഐ ലൈക്ക് എന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഒരു സാധനത്തിന്റെ പേര് പറയാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻഡ് എന്ന് ചേർക്കാം, പിന്നെ അടുത്ത സാധനത്തിന്റെ പേര് പറയാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവർക്കും? ഒന്ന് റെസ്പോണ്ട് ചെയ്യണോ? ആ ഓക്കെ. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞു തരാം കേട്ടോ. പെണ്ണ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യാ? എഴുതാൻ ഉപയോഗിക്കും. എഴുതാൻ ഉപയോഗിക്കും. ഓക്കെ. എഴുതുന്നതിന് ഇംഗ്ലീഷിൽ പറയാ? ആ പിന്നെ എന്തിനൊക്കെ എഴുതാൻ ഉപയോഗിക്കും. എന്തിന്? വരക്കാന്. ആ ഓക്കെ, വരക്കാൻ ഉപയോഗിക്കും. എഴുതാൻ ഡ്രോയിങ്. യെസ്, ഗുഡ്. റൈറ്റിങ്ങിനും ഡ്രോയിങ്ങിനും നമ്മൾ പെൻ യൂസ് ചെയ്യും അല്ലേ? ഇപ്പൊ ഈ പെൻ എവിടെയാണുള്ളത്? ഈ പെൻ ഞാൻ എവിടെ വെച്ചിട്ടുള്ളത്? ടീച്ചറിന്റെ അടുത്ത്. ടീച്ചറിന്റെ അടുത്ത്. ടീച്ചറിന്റെ അടുത്ത് എവിടെയാണ്? ഹാൻഡില്. ആ ഹാൻഡ്, എന്റെ കയ്യിലാണുള്ളത് അല്ലെ? ഞാൻ ഈ പെന്ന് ഇവിടെ ബുക്ക് ഉണ്ട്, ബുക്കിന്റെ മുകളിൽ വെച്ചു. Pen പെന്നിട്ട് എവിടെയുള്ളത്? is on the book. ഞാൻ ചോദിക്കുന്ന ഒരു ആൻസർ പറയട്ടോ. ഈ പെന്നിപ്പോ എവിടെയുള്ളത്? എന്റെ കയ്യിലുണ്ട്. ഞാൻ ഈ പെൻ എടുത്തിട്ട് എന്റെ ബുക്കിന്റെ മുകളിൽ വെച്ചു. എവിടെ വെച്ചത്? ബുക്കിന്റെ മുകളിൽ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ഈ പെൻ എവിടെയാണെന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എവിടെയെന്ന് പറയാ? ബുക്കിന്റെ മുകളിൽ ഉണ്ട് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? പെന്ന് ബുക്കിന്റെ മുകളിൽ ഉണ്ട് എന്ന് എങ്ങനെയാ പറയാ? അറിയാം? Pen is on the book. പെൻ ഈസ് ഓൺ ദ ബുക്ക്. എങ്ങനെയാണ്? പെൻ ഈസ് ഓൺ ദ ബുക്ക്. അങ്ങനെയാണോ പറയാ? ഓൺ ദ ബുക്ക് എന്നാണോ? അല്ലേ? അതെ, കറക്റ്റ് ആണ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ഗുഡ്, വെരി ഗുഡ് ട്ടോ. അപ്പൊ എന്താ സൻഹ പറയാ? ബുക്കിന്റെ മുകളിൽ പെന്ന് വെച്ചു എങ്ങനെയാ പറയാ? പെൻ എവിടെയാണെന്ന് ചോദിക്കും. അപ്പൊ എവിടെയാ പറയാ? പെൻ ഈസ് ഓൺ ദ ബുക്ക്. പെൻ ഈസ് ഓൺ ദ ബുക്ക്, ബുക്കിന്റെ മുകളിലാണെന്ന് പറയാം. ഇനി ഞാൻ ഈ പെന്ന് ടേബിളിന്റെ മുകളിൽ വെച്ചു. പെന്ന് എവിടെ വെച്ചത്? അയാം വേണ്ടടാ. പെന്ന് എവിടെയെന്ന് ചോദിച്ചാല് ഇപ്പൊ പെന്ന് ഞാന് ബുക്കിന്റെ മുകളിൽ വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ചോദിക്കാണ് പെന്ന് എവിടെ? എന്റെ പെന്ന് എവിടെയെന്ന് ചോദിച്ചാല് എന്താ പറയാ? പെന്നി ഓൺ ദ ടേബിൾ. ടേബിളിന്റെ മുകളിലാണെങ്കിൽ ഓൺ ദ ടേബിൾ എന്ന് പറയും. ചെയറിന്റെ മുകളിലാണെങ്കിൽ ഓൺ ദ ചെയർ എന്ന് പറയും. ഓക്കെ അല്ലേ? ഞാൻ ഈ പെന്ന് ഞാന് ഒരു ചെയറിന്റെ മുകളിൽ വെച്ചു. അപ്പൊ ഞാൻ ചോദിക്കാണ് വേർ ഈസ് മൈ പെൻ? എന്റെ പെൻ എവിടെ? വേർ ഈസ് മൈ പെൻ? എന്റെ പെൻ എവിടെയെന്ന് ചോദിച്ചാല് എന്താ പറയാ? ഞാൻ എവിടെയെന്ന് പറഞ്ഞുതരിക? On the chair. ഓൺ ദ Chair. ഓൺ ദ ചെയർ. ചെയർ എന്ന് പറയുന്നത് ചെയർ. Chair. ഓൺ ദ ചെയർ. ഓക്കെ. അപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ എന്തെങ്കിലും ഒരു പെന്നോ ബുക്കോ ഫോണോ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനത്തിന്റെ മുകളിൽ വെച്ചാല് നമ്മൾ എന്താ പറയാ? ഓൺ എന്ന് പറയും. മുകളിലാണെങ്കിൽ എന്ത് പറയും? ഓൺ. ON, ഓൺ. എന്താണ്? ON, ഓൺ. ഓക്കെ അല്ലേ? മറിയം ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പെന്ന് വേണ്ട, വേറെ എന്തെങ്കിലും ഒരു സാധനം. ആരാ പറയാ?
ഇതൊരു കുഞ്ഞു സാധനത്തിന്റെ പേര് പറഞ്ഞേ. കാൻഡി എന്നാണോ ക്യാൻഡി? കാൻഡി മിഠായി. ഓക്കെ കാൻഡി അല്ലേ? ഫർഹാൻ എന്താ പറഞ്ഞേ? എറേസറോ? എറേസർ. ഓക്കെ എറേസർ. എറേസർ പറയാം. നമുക്ക് ഇനി എന്ത് ചെയ്യാം? കാൻഡി പറയാം. ഇനി ഞാൻ എന്റെ കയ്യില് കാൻഡീസ് ഉണ്ട്. മറിയം കാൻഡീസ് ആണോ? ഓക്കെ. അപ്പൊ ഞാന് എന്റെ കയ്യിലുള്ള കാൻഡി ഞാൻ എന്ത് ചെയ്തു? ഒരു ബോക്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് അടച്ചു വെച്ചു. എന്താ ചെയ്തത്? എന്തില് എന്തിൽ വെച്ചിട്ടാണ്? ബോക്സിൽ വെച്ചിട്ട് അടച്ചു വെച്ചു. അപ്പൊ ഞാൻ ചോദിക്കാണ്, ഇവരോട് ചോദിക്കട്ടെ, ക്വസ്റ്റ്യൻ ചോദിക്കാണേ. ഞാൻ ഈ കാൻഡി ബോക്സിന്റെ ഉള്ളിലാണ് വെച്ച് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാൻഡി എന്ത് ചെയ്തു? ഒരു ബോക്സിന്റെ ഉള്ളിൽ വെച്ചിക്കല്ലേ? അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാണ്, മിസ്സേ കാൻഡി എവിടെ എന്ന് ചോദിച്ചു അല്ലെ? അപ്പൊ ഞാൻ പറയും, മലയാളത്തിൽ ഞാൻ എന്താ പറയാ? അതാ ബോക്സിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയും. ബട്ട് ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെയാ പറയണ്ടത്? ഇതിലാജ് തന്നാ നമ്മള് The candy is in the box. എവിടെയുള്ളത്? ഇൻ ദ ബോക്സ്. എവിടെയുള്ളത്? ഇൻ ദ ബോക്സ്. ബോക്സിന്റെ ഉള്ളിൽ എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ഇൻ ദ ബോക്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇതിലാജിന് മനസ്സിലായോ? എന്താ മനസ്സിലായത്? കാൻഡിലെ ബോക്സിന്റെ ഉള്ളിലാണ്. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? പറ. ഞാൻ പറഞ്ഞായിരുന്നോ എങ്ങനെയാന്നുള്ളത്? ഓക്കെ. കാൻഡി എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാൻഡി എന്ന് പറഞ്ഞാല് മിഠായി ഒക്കെ ഇല്ലേ? ബാങ്ക് കൊടുക്കണ്ടേ? അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നെ? ഇന്നെന്ന് പറഞ്ഞു അല്ലെ? ഒരു സാധനത്തിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ എന്താ പറയാ? ഇന്നെന്ന് പറയും. ഓക്കെ. എന്തിനെങ്കിലും ഉള്ളിലാണെങ്കിൽ കാൻഡി എവിടെയുള്ളത്? ഇന്ന കാൻഡി അല്ല, കാൻഡി എവിടെയാണ്? കാൻഡി ഇൻ ദ ബോക്സ്. കാൻഡി ബോക്സിലാണ് എന്ന് പറയും. കാൻഡി ഇൻ ദ ബോക്സ്. കാൻഡി ഇൻ ദ ബോക്സ് പറയും. ബോക്സിന്റെ ഉള്ളിലാണെന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ്? ഇന്ന് പറഞ്ഞു, ഓണ് പറഞ്ഞു. അയാളെ മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ബാസിലിനോ? മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്നും ഓണുമാണ് പറഞ്ഞത് അല്ലേ? ഇന്നെന്ന് പറഞ്ഞാല് ഉള്ളില്, ഓണെന്ന് പറഞ്ഞാല് മുകളിൽ. മുകളിൽ നിന്നുള്ള സാധനത്തിനാണ് പറയാം. ഓക്കെ. ഇനി ഞാന് 2 ഇമേജസ് കാണിച്ചു തരാം. ഓക്കെ. അതെന്താ നിങ്ങൾ പറയണം. 2 ആനിമൽസ് ആണ്. അത് പറഞ്ഞു തരണം കേട്ടോ. ഇതെന്താണ്? ലയൺ. ഓക്കെ ഗുഡ്. ഇതോ? ജിറാഫ്. ഓക്കെ. ഈ ലയണും ജിറാഫിനൊക്കെ എവിടെ നമ്മൾ കാണുക? മൃഗശാലയിൽ കാണും, കാട്ടിലും കാണും. മൃഗശാലയിൽ കാണും, കാട്ടിൽ കാണും. എവിടൊക്കെ നമ്മൾ കാണുക? മൃഗശാലക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? സൂ. പിന്നെ എവിടെ കാണുക? ഫോറസ്റ്റിൽ കാണും അല്ലെ? ഫോറസ്റ്റിൽ കാണും. പിന്നെ എവിടെ കാണുക? സൂ. എവിടെയൊക്കെ കാണുക? കാട്ടില്, സൂല്. കാട്ടിൽ കാണുന്നതിനാണ് ഫോറസ്റ്റ് എന്ന് പറയാം കേട്ടോ. ഓക്കെ. ഇനി ഞാന് കുറച്ച് ലെറ്റേഴ്സ് പറഞ്ഞു തരാം. കേക്കണ്ടോ? എന്താ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? ബോറടിച്ചാ? കേക്കുണ്ട് ടീച്ചറെ. കേക്കുണ്ട്. ഓക്കെ. ഞാന് കുറച്ച് വേർഡ്സ് പറഞ്ഞുതരാം. അതൊക്കെ ഒന്ന് എഴുതിയെടുക്കും കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ളതാണ്. മറിയം എഴുതിക്കോ. BIG.
BIG. ഇതൊന്ന് വായിച്ചേ, ആരത് വായിക്കുക? BIG PIG. ഞാൻ വായിക്കാം. ആ വായിച്ചേ. ബിഗ് പിഗ്. ബിഗ് പിഗ്. ബിഗ് പിഗ്. ആ ബിഗ് എന്ന് പറഞ്ഞാൽ എന്താ? വലുത്. ഓക്കെ, വലുത്. പിഗ് എന്താ? പിഗ് ഒരു അനിമൽ ആണ് അല്ലേ? പന്നി. ആ പന്നി. അതെന്താ നമുക്ക് പറയുമ്പോ രണ്ടും ഒരുപോലെ ഇല്ലേ? ബിഗ് പിഗ്. എന്തൊക്കെയാണ്? ബിഗ് പിഗ്. പറഞ്ഞേ. ബിഗ് ബിഗ്. ആ ഇതുപോലെ കുറെ വേർഡ്സ്. ആ ഓക്കെ, ഇതുപോലെ കുറെ വേർഡ്സ് ഉണ്ട് അല്ലെ ഒരുപോലെ വരുന്നത്. അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതി അയക്കോ ഗ്രൂപ്പില്. ഓക്കെ. കുറച്ച് കുറച്ച് മതി, കുറെ വേണ്ട, കുറച്ച് 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 അറിയുന്ന പോലെ എഴുതിയാൽ മതി. ഓക്കെ. ഇതുപോലത്തെ ഒരുപോലെ വരുന്ന സൗണ്ട് വരുന്നത് ബിഗ് പിഗ് എന്നൊക്കെ എഴുതില്ല. അതേപോലെ കാറ്റ്, സാറ്റ്, മാറ്റ് അങ്ങനെ വരുന്നത് അയക്കട്ടോ. അപ്പൊ നമ്മള് ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ. ക്ലാസ് ഒക്കെ ഇഷ്ടായോ മറിയം? ആ ടീച്ചറെ. ബാസിൽ? അസ്സലാമലൈക്കും. ബോറടിച്ചോ ക്ലാസ്? ഇല്ല. അടുത്ത ക്ലാസ് നമുക്ക് ഉഷാറാക്കി എടുക്കാട്ടോ ഇൻഷാ അല്ലാ. ഇപ്പൊ ഇവിടെ ഒന്നുമില്ലല്ലോ. എവിടെ? ഇല്ല. വാവ്, മാജിക്. ടീച്ചർ അത് മറ്റേ ആഴ്ച കാട്ടിക്കാണ്. ആ ഓക്കെ ഓക്കെ. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇന്ന് പഠിച്ചു ലെറ്റേഴ്സ്, പിന്നെ പിഗ് ബിഗ്, പിന്നെ ഞാൻ കുറച്ച് എഴുതിയതുണ്ട്. ആ പിന്നെ ഇന്നും ഓണും പഠിച്ചു അല്ലെ? ഇന്ന് പറഞ്ഞാല് ഉള്ളില്, ഓൺ എന്ന് പറഞ്ഞ മുകളില്. പിന്നെ പിഗ് പിഗ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് എഴുതാനും പറഞ്ഞു. ഓക്കെ, ഒക്കെ ചെയ്തിട്ട് എല്ലാരും ഒന്ന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഗ്രൂപ്പിൽ അയച്ചാൽ മതിയേ. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇൻഷാ അല്ലാ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. ആ ഓക്കെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം.